ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ 2-3 മാസമൊന്നും ആയില്ല, ഏതായാലും 1 മാസമൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വെള്ള ഫോണിൽ, അതായത് വിവോ ഫോണിൽ എടുത്തതാണ്. കുറച്ച് ക്ലിയറൊക്കെ കുറവുണ്ടാവും. അപ്പോൾ അന്ന് എടുത്തതാണ്. അപ്പോൾ കുറേ വീഡിയോസ്, അപ്ഡേറ്റിങ് വീഡിയോസൊക്കെ വരുമ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ പെട്ട് പോകണതാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സിലോപ്പിനെ വെള്ളം മാറ്റണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സിലോപ്പി നമ്മളത് എത്ര ഉണ്ട് അങ്ങനെയൊക്കെ ആണ്. സിലോപ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോൾ എന്തായാലും മാറ്റണം, അല്ലെങ്കിൽ ചത്ത് പോകാൻ സാധ്യതയുണ്ട്. നെട്ടറൊക്കെ ആണെങ്കിൽ എന്തായാലും മാറ്റണം. നെട്ടറിനൊക്കെ ഒരു വെള്ള ക്വാളിറ്റി pH മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ വെള്ളം ഒരു തുള്ളി കിടന്ന് ചാവാൻ സാധ്യതയുള്ളൊരു മത്സ്യമാണ് നെട്ടർ. അപ്പോൾ ഇതിലേക്കൊക്കെയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വല കൊണ്ട് നമുക്ക് പിടിക്കാം. അപ്പോൾ ആദ്യം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, വെള്ളമൊക്കെ ഏകദേശം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ പിടിക്കാം. അപ്പോൾ ഓരോ കോരലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വോയിസ് ഒന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല. നമുക്ക് ഇനി പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അതല്ലേ ഒരു സുഖം, രസം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആകെയുള്ളൊരു നെറ്ററാണ്. ഞാൻ ആദ്യം പറഞ്ഞു എന്താ കുറേ നെറ്റർ ഉണ്ടായിരുന്നു, കുറേ നെറ്ററല്ല, വേഗം നെറ്റർ ചാവും. അപ്പോൾ എൻ്റെ കയ്യിൽ 40 50 എത്രയോ എന്താ നല്ല കണക്കിന് നെറ്ററുകൾ ഉണ്ടായി. എല്ലാം ഓരോ മിനിറ്റിലും എന്താ സെക്കൻഡിലും ഇങ്ങനെ ചത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ നെറ്റർ വാങ്ങരുത് എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ തുടരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ എന്താ ആകെ ഉള്ളത് ഇത്രയും ഇതാണ്. എന്താ ഏകദേശം ഒരു 30-40ഓളം ഉണ്ട്. അതിന് മുമ്പ് ഇത്ര ഒന്നുമല്ല. ഇനി എന്താ മഴവെള്ളം കാരണം എന്താ ദാർപ്പായി പൊട്ടി വെള്ളം ഒലിച്ച് നിറഞ്ഞ് അങ്ങനെ കുറച്ചൊക്കെ ചത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ നല്ല കണക്കിനുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ ഇവിടെയൊക്കെ ആകെ വെള്ളമായിട്ടുണ്ട്, അടിയിൽ താഴെ ആകെ വെള്ളമാണ്. അപ്പോൾ ഇത് എന്താ ഫുള്ള് ഈ ടാങ്കിൽ നിന്ന് വീഴുന്ന വെള്ളമാണ്. അപ്പോൾ ആകെ പരദൂഷണം യശ്യനി എന്തോ. ഈ വെള്ളം കാരണം എന്താ താറാവ് എന്താ അടിയിൽ നിന്ന് നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. താറാവും കോഴികളൊക്കെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ഇതാണ്. പിന്നെ ഞാൻ ഈ മീനൊക്കെ വേർതിരിച്ചിട്ടാൻ കാരണം എന്താ ചാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അനുഭവം ഉണ്ട്. അതായത് ഒരു ബക്കറ്റിൽ തന്നെ എന്താ ചെറുപ്പത്തിൽ നിന്ന് ഒരു ബക്കറ്റിൽ തന്നെ ഫുള്ള് ഇട്ടപ്പം എന്താ ചത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചത്ത് പൊന്താൻ തുടങ്ങി. അത് എന്താ അനുഭവ സാക്ഷിയാണ്. അതുകൊണ്ട് മീനൊക്കെ മാറ്റുമ്പോൾ എന്താ 2-3 പാത്രങ്ങളിലൊക്കെ ആയിട്ട് എന്താ മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അതായത് നമ്മളുടെ വീട്ടിലെ മീനിനെ വെള്ളം മാറ്റുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം അടിയിലിട്ട് പോയിട്ടുണ്ട്. അത് ഫുള്ളൊരു 3000 ലിറ്റർ ഒറ്റയാണ് തോന്നുന്നു. അപ്പോൾ അത്രയും ലിറ്റർ വെള്ളം പോയിട്ടുണ്ട്. ഇനി അത്രയും അടിക്കുമാണ് ഒരു ടാങ്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി നമുക്ക് എൻ്റെ വീട്ടിലെ കോഴികൾ മീനുകൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ വേറെ വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, ഗുഡ് ബൈ. ചെറിയൊരു ബ്ലോപ്പർ.